ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ആരി ഫ്രെയിമാണ്. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളത് ബോക്സ് ആരി ഫ്രെയിമും അതുപോലെ തന്നെ വുഡൻ്റെ കോട്ട് ഫ്രെയിമൊക്കെയാണ് ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ കോട്ട് ഫ്രെയിം തന്നെ മെറ്റലിനകത്താണ് ചെയ്തേക്കുന്നത്. ഇത് നമുക്കൊരു ആന്ധ്രയിൽ നിന്നുള്ളൊരു ഓർഡർ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഫ്രെയിം വരുന്നത് 6x5 ഫീറ്റ് ലെങ്ത്തിനകത്താണ്. അപ്പോൾ നമുക്ക് ആ ഫ്രെയിമിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ഇതാണ് നമ്മൾ ഇത്തവണ ചെയ്തേക്കുന്ന മെറ്റലിൽ വരുന്ന കോട്ട് ഫ്രെയിം. ഇത് നമ്മൾ 6x5 ഫീറ്റ് ലെങ്ത്തിനകത്താണ് നമ്മളിപ്പോൾ ഈ ഫ്രെയിം ചെയ്തേക്കുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ ലെഗും ചെയ്തിട്ടുണ്ട്, അതും നമ്മൾ മെറ്റലിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. നമ്മളുടെ സൈഡ് ഫ്രെയിമായിട്ട് വരുന്നത് 5 ഫീറ്റ് ലെങ്ത്തിനകത്ത്. ഇതാണ് നമ്മൾ നമ്മളുടെ ഈ ലെഗിനകത്ത് അറ്റാച്ച് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇതാണ് നമ്മളുടെ 6 ഫീറ്റ് ലെങ്ത്ത് വരുന്ന മെയിൻ ഫ്രെയിമായിട്ട് വരുന്നത്. അതിനകത്ത് നമ്മൾ നമ്മുടെ സൈഡ് ഫ്രെയിം കയറ്റാനായിട്ടുള്ള ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമ്മളുടെ റോപ്പ് ചുറ്റിയെടുക്കാനായിട്ടുള്ള ഹോൾസും നമ്മുടെ വുഡൻ ഫ്രെയിമിൽ എങ്ങനെയാണോ വരുന്നത് സെയിം മെഷർമെൻറ്റിൽ തന്നെയാണ് നമ്മൾ മെറ്റലിലും നമ്മൾ ഈ 6 ഫീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. എല്ലാ ഫ്രെയിമിൻ്റെയും 2 ഇഞ്ചിലായിട്ട് നമ്മൾ ബുഷ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ലെഗായിട്ട് ചെയ്തിരിക്കുന്നത്. ലെഗിനായിട്ട് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് സ്ക്വയർ പൈപ്പാണ്. കസ്റ്റമർ തന്ന ഹൈറ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ലെഗ് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ ലെഗിൻ്റെ 4 കാലിലും ഇതുപോലെ ബുഷ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ ചെറിയ സ്ലോപ്പ് ചെയ്തിട്ട് അതൊന്നും ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് സ്റ്റെബിലിറ്റി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടുന്ന് സൈഡിൽ നിന്നും കൂടെ ലെഗിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ സൈഡ് ഫ്രെയിം കറക്റ്റായിട്ട് ഇതിനകത്ത് വേറെ ഷേക്കൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡ് ഫ്രെയിമിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റിലാണ് നമ്മളിവിടെ ഈ ഒരു ലെഗിനകത്ത് ഈ ഒരു പോർഷൻ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ ഫുള്ളായിട്ട് മെറ്റലിൽ ഈ ഫ്രെയിം ചെയ്തെടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആണ്, നല്ല ഹെവി സ്റ്റാൻഡാണ്, നല്ല രീതിയിൽ ലോങ് ലാസ്റ്റ് ചെയ്യും. നമ്മളിതിപ്പോൾ 6 ഫീറ്റിനകത്താണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. നമുക്കിതിപ്പോൾ ഏതളവിൽ വേണമെങ്കിലും നമുക്ക് ഈ ഫ്രെയിം ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഫ്രെയിം ഈ ലെഗിനകത്ത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്കൊന്ന് സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. ബാക്കി നമ്മൾ ഇതിനകത്ത് ത്രെഡും റോപ്പും ചെയ്യുന്നതെല്ലാം നമ്മൾ നോർമൽ വുഡിനകത്ത് ചെയ്യുന്ന സെയിം പ്രൊസീജിയർ തന്നെയാണ്. അത് നമ്മൾ ഇതിക്ക് മുന്നത്തെ വീഡിയോസിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ ലെഗിനകത്ത് ഈ ഫ്രെയിം എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഒരു ഏകദേശം 6 ഫീറ്റ് ഗ്യാപ്പിനകത്ത് ഈ ലെഗ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ ആദ്യം നമ്മുടെ ഈ ലെഗിൻ്റെ പുറത്തേക്ക് തള്ളിക്കുന്ന ഭാഗത്തേക്ക് നമ്മുടെ ആ ഒരു 6 ഫീറ്റ് ഹൈറ്റ് വരുന്ന ഫ്രെയിം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ ഒരു 5 ഫീറ്റിൻ്റെ സൈഡ് ഫ്രെയിം കയറ്റണം. അതിന് നമുക്ക് ഈ ബുഷ് ഒന്ന് ഊരി കൊടുക്കേണ്ടി വരും. ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു സൈഡ് ഫ്രെയിം കയറ്റി കൊടുക്കുക. അതിനുശേഷം ക്യാപ്പ് ഇട്ട് ലോക്ക് ചെയ്യാം. ഇതുപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ 6x5 എടുത്ത് വരുന്ന മെറ്റലിൻ്റെ ഫ്രെയിം. നമ്മളിത് ലെഗിൽ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കാണ്. ഇനി ഇതിനകത്ത് നമ്മൾ റോപ്പും ബെൽറ്റും ചെയ്യുന്നതെല്ലാം നമ്മളുടെ വുഡൻ ഫ്രെയിമിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇതിനകത്ത് ചെയ്യേണ്ടത്. നമ്മളുടെ ചാനലിൽ തന്നെ മുന്നത്തെ വീഡിയോസിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാ സ്റ്റെപ്സും നമ്മൾ വുഡനിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് മെറ്റലിൻ്റെ ഫ്രെയിമിലും ചെയ്യേണ്ടത്. ഇത് നമ്മൾ മെയ്ഡ് ചെയ്തേക്കുന്നത് മെറ്റലിലാണെന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഈ മെറ്റൽ ഫ്രെയിമിൻ്റെ ഓർഡർ വന്നേക്കുന്നത് ആന്ധ്രയിൽ നിന്നായിരുന്നു. നമ്മളിപ്പോൾ ഫുൾ വർക്ക് ഇതിൻ്റെ കഴിഞ്ഞ് നമ്മൾ ഷിപ്പിങ്ങിനായിട്ട് കൊണ്ടുപോകുന്നതിന് മുന്നാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷിപ്പിംഗ് ചാർജ് എല്ലാം വരുന്നത് നമ്മളിതിൻ്റെ ടോട്ടൽ വെയിറ്റും അതിൻ്റെ വിഡ്ത്തും മെറ്റൽ ഫ്രെയിമിൻ്റെ വിഡ്ത്തും എല്ലാം നോക്കിയിട്ടായിരിക്കും ഷിപ്പിംഗ് ചാർജ് വരാം. 6 ഫീറ്റിൻ്റെ മെറ്റൽ ഫ്രെയിമിൻ്റെ ഡീറ്റെയിൽസ് ഇതൊക്കെയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം.